വീട്ടമ്മയുടെ അസുഖം മാറുന്നില്ല. 1-2 മാസമായി അസുഖം വീണ്ടും ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല ടെസ്റ്റുകളും നടത്തി നോക്കി യാതൊരുവിധ അസുഖവും കണ്ടെത്തുന്നില്ല. അങ്ങനെ ഇരിക്കെ നാട്ടിലുള്ള വന്ധ്യനായ ഒരു പുരോഹിതനെ കാണുവാൻ അവർ തീരുമാനിച്ചു. പുരോഹിതന്റെ അടുക്കൽ വന്ന് കുറേ നേരം അവർ സംസാരിച്ചിരുന്നു. അതിനിടയിലാണ് അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പുരോഹിതനോട് അവർ പറയുന്നത്. അവളുമായി ഞാൻ ഏറ്റവും കൂടുതൽ നല്ല സുഹൃത്ത് ബന്ധത്തിലായിരുന്നു. ഒരു ദിവസം പ്രതീക്ഷിക്കാത്ത നിലയിൽ അവൾ എന്നോട് മോശമായി പെരുമാറി. അതെനിക്ക് അവളിൽ വലിയ വെറുപ്പുണ്ടാക്കി. അന്ന് ഞാൻ ശപഥം ചെയ്തു, ദൈവത്തോട് ദൈവത്തിൻ്റെ പേരിൽ ശപഥം ചെയ്തു, ഇനി ഒരിക്കലും ഞാൻ അവളോട് മിണ്ടില്ലായിരുന്നു. പുരോഹിതൻ ഈ സംഭവം കേട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, ആ വീട്ടമ്മയോട് പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ രോഗം മാറാത്തതിൻ്റെ പ്രധാന കാരണം. അശുഭമായ ചിന്തകളും വെറുപ്പുകളും നിങ്ങളുടെ മനസ്സിൽ പേറി നടക്കുമ്പോൾ അത് രോഗമായി നിങ്ങളുടെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങയുടെ സുഹൃത്തിൻ്റെ അടുക്കലേക്ക് പോയി അവളോട് സംസാരിക്കുകയും നിങ്ങളുടെ മനസ്സിലുള്ള പകയെ കളയുകയും ചെയ്താൽ നിങ്ങളുടെ രോഗം മാറുമെന്ന് പുരോഹിതൻ ആ വീട്ടമ്മയോട് പറഞ്ഞു. വിഷം പേറി നടക്കുന്നതായ പാത്രം അത് വിഷലിപ്തം തന്നെയായിരിക്കും. മനസ്സിൽ പകയും വിദ്വേഷവും പേറി നടന്നാൽ അത് കാരണമായി നമ്മുടെ ശരീരം ചൂടാവുകയും രോഗാതുരിതമായി മാറുകയും ചെയ്യും. നമ്മൾ പരിചരിക്കും തോറും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമെന്ന് പറയുന്നത് വെറുപ്പും പകയുമാണ്. അത് നമ്മൾ പൂർണ്ണമായി വർജിക്കുക തന്നെ വേണം. എങ്കിൽ ശരീരവും മനസ്സും എപ്പോഴും ശാന്തവും എപ്പോഴും സുന്ദരവും വലിയ സൗഖ്യവുമുള്ളതാണ്.